വചനം 237. വ ഇൻ ത്വല്ലഖ്തുമൂഹുന്ന, നിങ്ങളവരെ ത്വലാഖ് ചെയ്തുവെങ്കിൽ, വിവാഹമോചനം ചെയ്തുവെങ്കിൽ, മിൻ ഖബ്ലി, മുമ്പായി, മുമ്പ്, അൻ തമസ്സൂഹുന്ന, നിങ്ങളവരെ സ്പർശിക്കുന്നതിന്, വഖദ് ഫറളുതും, നിങ്ങൾ നിർണയിച്ചിട്ടുമുണ്ട്, നിശ്ചയിച്ചിരിക്കെ, ലഹുന്ന, അവർക്ക്, അവരോട്, ഫരീദതൻ, ഒരു നിർണയം, നിശ്ചയം, ഫനിസ്ഫു, എന്നാൽ പകുതിയാണ്, മാ ഫറളുതും, നിങ്ങൾ നിർണയിച്ചതിൻ്റെ, നിശ്ചയിച്ചതിൻ്റെ, ഇല്ല അൻ യഅഫൂന, അവർ മാപ്പാക്കിയാലല്ലാതെ, വിട്ടുവീഴ്ച ചെയ്താലൊഴികെ, ഔ യഅഫുവ, അല്ലെങ്കിൽ മാപ്പു ചെയ്യുക, അല്ലദി, യാതൊരുവൻ, ബിയദിഹി, അവൻ്റെ കയ്യിലാണ്, ഉഖ്ദതു, ബന്ധം, ഉറപ്പ്, കെട്ട്, അന്നിക്കാഹി, വിവാഹത്തിൻ്റെ, വ അൻ തഅഫൂ, നിങ്ങൾ മാപ്പ് ചെയ്യുന്നതാകട്ടെ, അഖറബു, കൂടുതൽ അടുത്തതാണ്, ലിത്തഖ്വ, ഭയഭക്തിക്ക്, വലാ തൻസൗ, നിങ്ങൾ മറക്കുകയും അരുത്, വിസ്മരിക്കുകയും അരുത്, അൽ ഫദ്ല, ശ്രേഷ്ഠത, യോഗ്യത, ഔദാര്യം, ദയവ്, ബൈനക്കും, നിങ്ങൾക്കിടയിൽ, തമ്മിലുള്ള, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി, ബസീറുൻ, കണ്ടറിയുന്നവനാണ്. فإن طلقتموهن من قبل أن تمسوهن وقد فرضتم لهن فريضة فنصف ما فرضتم إلا أن يعفون أو يعفو الذي بيده عقدة النكاح وأن تعفوا أقرب للتقوى ولا تنسوا الفضل بينكم إن الله بما تعملون بصير. അവരെ അഥവാ ഭാര്യമാരെ സ്പർശിക്കുന്നതിന് മുമ്പായി നിങ്ങൾ അവരെ വിവാഹമോചനം ചെയ്തെങ്കിൽ, നിങ്ങൾ അവർക്ക് ഒരു നിർണയം നിർണയിച്ചിട്ടുണ്ട് താനും. എന്നാൽ നിങ്ങൾ നിർണയം ചെയ്തിട്ടുള്ളതിൻ്റെ പകുതിയാണ് കൊടുക്കേണ്ടത്. അവർ, ആ സ്ത്രീകൾ മാപ്പാക്കുകയോ അല്ലെങ്കിൽ വിവാഹബന്ധം യാതൊരുവൻ്റെ കൈവശമാണോ അവൻ മാപ്പാക്കുകയോ ചെയ്യുന്നതായാലൊഴികെ, നിങ്ങൾ മാപ്പാക്കുന്നതാകട്ടെ സൂക്ഷ്മത അഥവാ ഭയഭക്തിയിലേക്ക് കൂടുതൽ അടുത്തതുമാകുന്നു. നിങ്ങൾക്കിടയിലുള്ള ശ്രേഷ്ഠത അല്ലെങ്കിൽ ഔദാര്യം നിങ്ങൾ മറന്നു കളയുകയും ചെയ്യരുത്. നിശ്ചയമായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാണ്. വചനം 237 വിശദീകരണം. ഭാര്യയുമായി സ്പർശനം അഥവാ സംയോഗം നടക്കുന്നതിന് മുമ്പ് അവളെ ഭർത്താവ് വിവാഹമോചനം ചെയ്തു. അവളുടെ മഹർ എത്രയാണെന്ന് നേരത്തെ നിർണയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ നിശ്ചയിച്ച മഹറിൻ്റെ പകുതി കൊടുക്കൽ നിർബന്ധമാകുന്നു. മുത്തഅത്തിൻ്റെ നിർബന്ധം ഇവിടെയില്ല. ഇനി സ്ത്രീ അവളുടെ സ്വന്തം മനസ്സാലെ അതിൽ ഏതാനും ഭാഗമോ മുഴുവനുമോ ഒഴിവാക്കി കൊടുക്കുന്ന പക്ഷം ഭർത്താവ് പിന്നെ അത് കൊടുത്തു തീർക്കണമെന്നില്ല. ഭർത്താവ് അവൻ്റെ ഔദാര്യമെന്ന നിലക്ക് പകുതിയിലധികമോ മുഴുവൻ ഭാഗമോ അങ്ങ് കൊടുക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കുന്നതിന് അവൾക്കും വിരോധമില്ല എന്നൊക്കെയാണ് ഈ വചനത്തിൽ അല്ലാഹു അറിയിക്കുന്നത്. രണ്ടിൽ ഏതു ഭാഗത്തു നിന്നായാലും വിട്ടുവീഴ്ചയില്ലാതെ ശാഠ്യവും പിശുക്കും കാണിക്കുന്നത് നന്നല്ലെന്നും വിട്ടുവീഴ്ച മനസ്ഥിതിയാണ് സൂക്ഷ്മതക്കും ഭയഭക്തിക്കും അനുയോജ്യമായതെന്നും പ്രത്യേകം ഉണർത്തുകയും ചെയ്തിരിക്കുന്നു. അതോടൊപ്പം നിങ്ങൾക്കിടയിലുള്ള ശ്രേഷ്ഠത അഥവാ ഔദാര്യ മനസ്ഥിതി മറന്നുപോകരുതെന്നുകൂടി പറഞ്ഞുകൊണ്ട് അതിന് ആവേശമൂട്ടുകയും ചെയ്യുന്നു. ശ്രേഷ്ഠതയും മാന്യതയും പാലിക്കുവാനും ഔദാര്യവും വിട്ടുവീഴ്ചയും കാണിക്കുവാനും സ്ത്രീയെ അപേക്ഷിച്ച് പുരുഷനാണ് പല നിലക്കും കൂടുതൽ അവകാശപ്പെട്ടവൻ എന്ന് പറയേണ്ടതില്ല. ചിലപ്പോൾ പരിതസ്ഥിതികൾ മറിച്ചായെന്നും വരും.
അപ്പോൾ സ്ത്രീയുടെ ഭാഗത്തായിരിക്കും അതിന് മുൻതൂക്കമുണ്ടായിരിക്കുക. അല്ലദീ ബിയദിഹി ഉഖ്ദത്തുൻ നിക്കാഹ്, വിവാഹബന്ധത്തിൻ്റെ കൈവശമുള്ളവൻ എന്ന് പറഞ്ഞത് ഭർത്താവിനെ ഉദ്ദേശിച്ചാകുന്നു. വിവാഹബന്ധം സ്ഥാപിക്കലും അത് മോചിപ്പിക്കലും അവൻ്റെ കൈക്കാണല്ലോ ബലത്തിൽ വരുന്നത്. ഭർത്താവ് മാപ്പാക്കുക അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവൻ കൊടുക്കുവാൻ കടമപ്പെട്ടതിലും കൂടുതലായി കൊടുക്കുക എന്നത്രേ. നിശ്ചയപ്രകാരമുള്ള മഹറിൻ്റെ സംഖ്യ മുഴുവനും ഭർത്താവ് തൊലാക്കിന് മുമ്പ് തന്നെ കൊടുത്തു കഴിഞ്ഞിരുന്നുവെങ്കിൽ അപ്പോൾ അതിൽ പകുതി ഭാഗം തിരിച്ചുമടിക്കുവാൻ അവൻ അവകാശമുണ്ടായിരിക്കുമല്ലോ. അത് തിരിച്ചു വാങ്ങാതിരിക്കുന്നതും അവൻ ചെയ്യുന്ന ഔദാര്യമാകുന്നതാണ്. ആരെല്ലാമാണ് നിയമവും മര്യാദയും പാലിക്കുന്നത്, ആരെല്ലാമാണ് സൂക്ഷ്മതയും ഭയഭക്തിയുമുള്ളവർ എന്നൊക്കെ അള്ളാഹു കണ്ടറിഞ്ഞും വീക്ഷിച്ചും കൊണ്ടിരിക്കുന്നുണ്ടെന്ന് മുൻവചനങ്ങളിലെ പോലെ അവസാനം ഇവിടെയും അള്ളാഹു ആവർത്തിച്ചുണർത്തിയിരിക്കുന്നു. അനുഷ്ഠാന നിയമങ്ങൾ വിവരിക്കുക മാത്രമല്ല അള്ളാഹുവിൻ്റെ ഉദ്ദേശം, അവയെല്ലാം അനുഷ്ഠാനത്തിൽ വരുത്തി മനുഷ്യർ സന്മാർഗികളായി തീരുകയാണ്. അതുകൊണ്ടാണ് നിയമനിർദ്ദേശങ്ങൾ വിവരിച്ചു തന്നതിനോട് ചേർന്ന് ഇങ്ങനെയുള്ള ഉപദേശങ്ങളും താക്കീതുകളും അള്ളാഹു ആവർത്തിക്കുന്നതും.